സൗദി ജയിലിൽ 20 വർഷമായിട്ട് ശിക്ഷ അനുഭവിക്കുന്ന റഹീം നാട്ടിലേക്ക് വരികയാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഹീമിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വർഷം എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കരമായിട്ടുള്ളൊരു ഭീകരാവസ്ഥയായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വധശിക്ഷയ്ക്ക് വിധിച്ചൊരു കേസാണ്. അതിൽ പല തവണ എന്ന് പറഞ്ഞാൽ വധശിക്ഷ ഇങ്ങനെ മാറ്റിവെച്ചുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ജീവന് വേണ്ടിയിട്ടുള്ള രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ അല്ലെങ്കിൽ രക്ഷപ്പെടുമോ എന്നുള്ള ഒരു ഉറപ്പ് പോലുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാലോ, സൗദി അറേബ്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര പാട് തന്നെയാണ്. അതായത് ഒരു കൊലപാതക കേസിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഓനെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വെളിയിൽ വരാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ ശരീഅത്താണ് നിയമം അവിടുന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലയാളികളോടായാലും ഇന്ത്യക്കാരോടായാലും ഏത് രാജ്യക്കാരോടായാലും എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യുക. ആ ജോലി ചെയ്യാനാണ് പോയിരിക്കുന്നത്. അവിടെ ഇപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ആ ജോലി ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരിക. ഒരിക്കലും അവരോട് പ്രതികാരം വീട്ടാനോ അല്ലെങ്കിൽ അവിടുത്തെ ഇതിനെ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ വെല്ലുവിളിക്കാനോ ഒന്നിനും നമ്മൾ നിൽക്കാൻ പാടില്ല. അതായത് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അവിടെ ജോലിക്ക് പോകുന്നത്. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും ഒരേ സ്വഭാവമായിരിക്കില്ല, എല്ലാവരും ഒരേ സ്വരത്തിൽ പെരുമാറണം അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെയാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പലതരത്തിലുള്ള ആൾക്കാരായിരിക്കും അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇനിയെങ്കിലും അവിടെ ചെല്ലുന്നവർ ഹൗസ് ഡ്രൈവർ വിസയിൽ ചെല്ലുന്നവരുണ്ട്, അതുപോലെ കമ്പനികളിലേക്ക് ചെല്ലുന്നവരുണ്ട്, പിന്നെ ആർട്ടിഐൻ്റെ വിസയിൽ ചെല്ലുന്നവരുണ്ട്, വിസയിൽ ചെല്ലുന്നവരുണ്ട്. ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും അവരുമായിട്ട് ഒരു തരത്തിലുള്ള ഒരു അക്രമത്തിനും നമ്മൾ നിൽക്കാൻ പാടില്ല. കാരണം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാടല്ലാതെ, അതായത് നമുക്ക് എല്ലാവരെയും രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇതിപ്പോൾ ഈ റഹീം എന്ന് പറയുന്ന ആൾ തന്നെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അതായത് അവരൊരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അതായത് മാപ്പ് കൊടുക്കുന്നില്ല. അവിടെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ സ്വദേശികൾക്കായാലും വിദേശികൾക്കായാലും ഒരേ ശിക്ഷ തന്നെയാണ്. അതായത് വിദേശികളായതുകൊണ്ട് ഇന്ന ശിക്ഷ, സ്വദേശികളായതുകൊണ്ട് ഇന്ന ശിക്ഷ, അതൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാലോ, 4-5 മലയാളികളെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ ഒരു കേസ് ഉണ്ടായിരുന്നു. അതിലെന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്വദേശികൾക്കടക്കം വധശിക്ഷ കൊടുത്തതാണ്. അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞാൽ വധശിക്ഷയും കാര്യങ്ങളൊക്കെ ഉള്ള രാജ്യം തന്നെയാണ് അത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ജോലി ചെയ്യാൻ പോകുന്നതാണ്. നമ്മൾ ആ ജോലി ഭംഗിയായിട്ട് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്താൻ നോക്കുക. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവിടെ പൈസ കൊടുത്തതല്ലേ, ഇനിയിപ്പോൾ ഈ പൈസ മുതലാക്കണ്ടേ, അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കാം. ഇനിയിപ്പോൾ അറബി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇടതേര് പറയാം, അല്ലെങ്കിൽ അയാളുമായിട്ട് വേറൊരു തരത്തിൽ എന്തെങ്കിലും നിൽക്കാം, അക്രമം കാണിക്കാം. അങ്ങനെയൊന്നും വിചാരിക്കരുത് മക്കളെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ റഹീമിനെ തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം കൊണ്ട് കളക്ട് ചെയ്ത പൈസ എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊന്നും അത്ര എളുപ്പമൊന്നുമല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമേ അല്ല ഇതൊന്നും. അതുകൊണ്ട് നിങ്ങൾ ആരും ഇതിൻ്റെ പുറകിൽ പോയിട്ട് അക്രമം നടത്തരുത്. പിന്നെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നിരോധിച്ച സാധനങ്ങൾ, അതായത് മദ്യമായാലും മറ്റേതായാലും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അവന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, വെറുതെ പോയിട്ട് നിങ്ങൾ ഇതിൽ ചാടണ്ട. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും വന്നിട്ട് ഏതെങ്കിലും സംസ്ഥാനത്ത് പോയിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചോ. പക്ഷേ ആ രാജ്യത്ത് പോയിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇമാതിരി പണി കാണിക്കരുത്. കാരണം പെട്ടുപോയി കഴിഞ്ഞാൽ പെട്ടുപോയത് തന്നെയാണ്. അതായത് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിരോധനമുള്ളതാണ്. അതുമാത്രവുമല്ല, ഞാൻ പറഞ്ഞല്ലോ, അവിടെ ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാം, ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ എല്ലാ അറബികളും ഇതൊന്നും അല്ല, നല്ല അറബികളുണ്ട്. ഇപ്പം ഈ ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ വെറും ബോറ് സിനിമയാണ്. ഒരിക്കലും നമുക്കതിനെ, ആ ആടുജീവിതം എന്ന സിനിമയെ നമുക്ക് ഒരിക്കലും നല്ലതെന്ന് പറയാൻ പറ്റൂല. അതായത് നമ്മൾ മലയാളികളും ഉണ്ട് നമ്മുടെ നാട്ടിലില്ലേ, വളരെ മോശമായ ആൾക്കാരില്ലേ. അതേപോലെ 1-2 ആൾക്കാർ അങ്ങനെ ഉണ്ടെന്ന് കരുതിയിട്ട് ഇതിനെ തന്നെ മൊത്തത്തിൽ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തെ തന്നെ ഇതാക്കുന്ന തരത്തിലുള്ളൊരു സിനിമ എടുത്തു വെച്ചതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഹീമിനെ സംഭവിച്ച കാര്യങ്ങൾ അത് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, റഹീമിനെ അവിടെ കൊണ്ടുപോകുന്നത് ഓസ്ട്രേലിയ വിസയിലാണ്. അതിൽ ഒരു സ്പോൺസറുടെ മകൻ മരണപ്പെടുന്നു. അതിൻ്റെ പേരിലാണ് ഇയാൾ ജയിലിലായത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആളെ നോക്കാൻ വേണ്ടിയിട്ടും നമ്മളെ അങ്ങോട്ട് ആൾക്കാർ കൊണ്ടുപോകും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റുമെങ്കിൽ നമ്മളെ ജോലി ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പോകാൻ നിൽക്കരുത്. ഇപ്പോൾ വേറെ രാജ്യത്തൊക്കെ പോയിട്ട് ഇതിനിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു. കാരണം ഏതോ ഇസ്രയേൽ ഏത് രാജ്യത്ത് പോയിട്ട് അവിടെ ഹോം നേഴ്സ് എന്ന് പറഞ്ഞു എന്താ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയസ്സായ ആൾക്കാരെ നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പലതരത്തിൽ പല ഇതായിട്ട് പ്രതികരിക്കും. അതിനൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മളെ ജോലി ചെയ്ത് നമ്മുടെ ശമ്പളം വാങ്ങിക്കാൻ വേണ്ടി മാത്രം നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു രാജ്യത്ത് പോയിട്ടും, അതായത് ഇനിയിപ്പോൾ സൗദി അറേബ്യ അല്ല, ഒരു രാജ്യത്ത് പോയിട്ടും നമ്മൾ ഒരു അക്രമവും കാണിച്ചിട്ട് നമ്മളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇത് സാധ്യമായി എന്ന് വരില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്,
അതായത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അതായത് നമുക്ക് തീരെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും അവിടെ നിൽക്കരുത്. എത്രയും പെട്ടെന്ന് നമ്മൾ കയറി വരുവാ വേണ്ടത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഒരു ആൾക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇയാൾക്ക് ശരിക്കും മടുത്തു പോയിരുന്നു. അങ്ങനെ ഇയാൾ എന്തോ ചെയ്തു പോയതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൈപ്പിഴ പറ്റിപ്പോയതായിരിക്കാം. എന്തൊക്കെയായാലും അത് ന്യായീകരിക്കാൻ നമ്മൾ നിൽക്കുന്നില്ല കേട്ടോ. റഹീമിനെ ഒരിക്കലും ന്യായീകരിച്ച് അങ്ങനെ ഇതാക്കിയിട്ടൊന്നും നിൽക്കുന്നില്ല. റഹീം തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റിനുള്ള ശിക്ഷ അയാൾ അനുഭവിച്ചു, അത് ഉറപ്പാണ്. നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല ഒരാളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ജീവപര്യന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12-13 വർഷമാകുമ്പോഴേക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുകയും, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരുപാട് പരോൾ കിട്ടുകയും, ഒരുപാട് പരോളും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ കിട്ടും. പക്ഷേ അവിടെയൊന്നും അങ്ങനെയൊന്നുമില്ല. 20 വർഷം എന്ന് പറഞ്ഞാൽ അയാൾ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ തന്നെയായിരുന്നു, അയാളെ പുറത്ത് വിട്ടിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ ഏതായാലും റഹീം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇനിയും ഇനിയും ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പോയിട്ട് അന്യ നാട്ടിൽ പോയിട്ട് ഇത് കളിക്കല്ലേ. അവിടെ പല കളികളും കളിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. അവരൊക്കെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും രക്ഷിക്കുന്നതാണ്. അവിടെ ജോലി ചെയ്യാനും നമ്മുടെ ദാരിദ്ര്യം ഇല്ലാതാക്കാനുമാണ് നമ്മൾ പോയത്. ഞാൻ പറഞ്ഞല്ലോ, നല്ല രീതിയിൽ പടച്ചോൻ അനുഗ്രഹിച്ച മണ്ണാണ് സൗദി അറേബ്യ. അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ, നമുക്കെന്ന് പറഞ്ഞാൽ വീടുണ്ടാക്കാൻ, നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാം അവിടെ നല്ല രീതിയിൽ ജോലി ചെയ്താൽ. കാരണം അവിടെ വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ സ്വാതന്ത്ര്യം ഇല്ല എന്നെല്ലാം ചില ആൾക്കാർ, നല്ല സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതിന് സ്വാതന്ത്ര്യം ഇല്ല എന്നാണ് പറയുന്നത്. അതൊന്നുമില്ലാതെ ഈ ജനങ്ങൾക്ക് ജീവിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ നല്ല സുഖത്തിൽ ജോലി ചെയ്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയിട്ട് വരുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏറ്റവും നല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സൗദി അറേബ്യ തന്നെയാണ്. കാരണം എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അവിടെ നമുക്ക് ജോലി ചെയ്ത ഒരു ബർക്കത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. നമുക്ക് എല്ലാ സമ്പാദ്യങ്ങളും സൗഭാഗ്യങ്ങളും തരും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സൗദി അറേബ്യയിലുണ്ട്. അതുകൊണ്ട് എല്ലാവരും ജോലിക്ക് പോകുന്നവർ നല്ല രീതിയിൽ ജോലി ചെയ്യുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല ആൾക്കാരാണ്, നല്ല മനുഷ്യന്മാരാണ്. അല്ലാതെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഭയങ്കരമൊന്നുമല്ല. പിന്നെ അക്രമം നടത്താനോ ഇനിയൊന്നും ഒരാളും പോകണ്ട അങ്ങോട്ട്. കാരണം എന്താ വെച്ചാൽ അക്രമം നടത്തി കഴിഞ്ഞാൽ അവർ വിടൂല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, ജോലി ചെയ്യാമെന്നാൽ ജോലി ചെയ്യുക. അല്ലാതെ അവർ ഇന്ന രാജ്യക്കാർ മറ്റേ രാജ്യക്കാർ അതൊന്നുമില്ല. അവിടെയുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ സ്വദേശികളായാലും വിദേശികളായാലും അവർക്ക് നിയമത്തിൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് തന്നെയാണ്. ആ ഒരൊറ്റ നിയമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരാളുമായിട്ട് വെല്ലുവിളിക്കാതിരിക്കുക. നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരുണ്ടാകാം, അതുപോലെ പെട്ടെന്ന് പ്രകോപനം സൃഷ്ടിക്കുന്ന ആൾക്കാരുണ്ടാകാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുക, നമ്മൾ പരമാവധി നമ്മൾ അവിടുന്ന് ആ ഒരു പ്രശ്നത്തിന് അങ്ങോട്ട് നിൽക്കാതിരിക്കുക. അതാ വേണ്ടത്. അല്ലാതെ എന്നെ അടിച്ചു, എന്നെ ചവിട്ടി, എന്നെ കുത്തി, ഞാൻ അങ്ങോട്ടും കുത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെടാൻ വലിയ പാടാന്ന് മക്കളെ. ഇപ്പോൾ 20 വർഷം കഴിഞ്ഞിട്ടാണ് റഹീം നാട്ടിലേക്ക് വരുന്നത്. ഇനി റഹീമിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിത സാഹചര്യമാണ്. അതെല്ലാവരും കൂടിയിട്ട് അവിടെ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു പ്രത്യേക ഇതിൽ നിന്നും വരുന്നതാണ്. അയാളുടെ മാനസികാവസ്ഥ തന്നെ എന്താണെന്നറിയില്ല. 10-20 വർഷം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്നിട്ട് വരിക എന്ന് പറഞ്ഞാൽ അയാളുടെ മാനസികാവസ്ഥ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് അയാൾ വരുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അയാളോട് പല ചോദ്യങ്ങളും ചോദിച്ചാലും ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാതെ അയാൾ ജീവിക്കട്ടെ. അയാൾ അമ്മയുടെ അടുത്തേക്ക് അയാൾ മടങ്ങിയെത്തട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്രവാസ ലോകത്ത് പോകുന്നവർ ജോലി ചെയ്യാൻ പോകുക. ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ പോയിട്ട് വെല്ലുവിളിക്കാൻ പോകരുത്. നന്ദി, നമസ്കാരം.